പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അവന് ഒരു കാമുകി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കാലം ഇങ്ങനെ ഭയങ്കര ഒത്തുകൂടിയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അവർ പിരിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോടാ നിങ്ങൾ പിരിഞ്ഞു പോയത്, എത്ര ഭയങ്കര അടുപ്പമായിരുന്നു നിങ്ങൾ. അപ്പോൾ അവൻ പറഞ്ഞു, എന്തോ പിരിഞ്ഞു പോയി, എന്തോ അവൾ കംപ്ലൈൻ്റാണ് എന്നെപ്പറ്റി. എപ്പോഴും ഞാൻ അവളെ പരിഗണിക്കുന്നില്ല, അവളെ ശ്രദ്ധിക്കുന്നില്ല, നോക്കുന്നില്ല എന്ന കംപ്ലൈൻ്റാണ്. അവൾ എന്നെ വിട്ടുപോയി. പലപ്പോഴും പണവും അങ്ങനെയാണ്. പണം ഒരു കാമുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ചെറിയൊരു 3-4 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക എൻ്റെ വാർത്താനം. അപ്പോൾ ഇത് കാമുകയാണെന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിലൂടെ, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ എൻ്റെ സംസാരങ്ങൾ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പലപ്പോഴും കാമുകയെ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക, കാമുകയെ എങ്ങനെയാണ് നമ്മൾ നോക്കുക, അതേപോലെ ഈ പണത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ, നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയാൽ, നിങ്ങളുടെ കയ്യിൽ പണം അധികരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ശ്രദ്ധയും പരിചരണവും ഒരു കാമുകിക്ക് എത്രമാത്രം ആവശ്യമാണ്, അതേപോലെ പണത്തിൻ്റെ കാര്യത്തിൽ അത് ആവശ്യമാണ്. ഏത് ഭാഗത്തേക്ക് ഇത് പോകുന്നു, എങ്ങനെ ചിലവാക്കുന്നു, ഏതൊക്കെ ദിശയിലാണ് ആ പണം പോയത്. ചില ആളുകൾക്ക് ശമ്പളം കിട്ടി, 1-ാം തീയതി ശമ്പളം കിട്ടി, 2-ാം തീയതി കിട്ടി, അല്ലെങ്കിൽ 1-ാം തീയതി 2-ാം തീയതി ശമ്പളം കിട്ടി, 5-ാം തീയതി 10-ാം തീയതി ആകുമ്പോൾ ഒട്ടുമില്ലാതെ പൈസ അവസ്ഥാകുന്നതാണ്. ഒരു കാതിനാറ് പോലും കയ്യിൽ ബാക്കി വെക്കാതെ നാട്ടിലേക്ക് അയക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ വീട് പണിയോ, ചിലപ്പോൾ മറ്റെന്തെങ്കിലും മകളുടെ കല്യാണമോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും, എന്നാലും എന്തെങ്കിലും ഒന്നൊക്കെ ബാക്കി വെക്കണം. അതേപോലെ അങ്ങനെയല്ലാതെ സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ കടം വീടാൻ വേണ്ടിയും ഇങ്ങനെ ആയിട്ട് നമ്മളെ ഒട്ടും പൈസ ഇല്ലാത്ത അവസ്ഥയുണ്ട് ഒരിക്കലും ഉണ്ടാകരുത്. എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും മാറ്റി വെക്കണം. ഇൻവെസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ മാറ്റി വെക്കുമോ, കുറിക്കൂടുമോ, ഏതെങ്കിലും രീതിയിൽ നാട്ടിലേക്ക് പോകുമ്പോഴേക്കും കുറച്ച് പൈസ ബാക്കിയാകുന്ന രീതിയിൽ അങ്ങനെ മാറ്റി വെക്കുക, ഏതെങ്കിലും രീതിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ശ്രദ്ധയും പരിചരണവും എത്രമാത്രം കാമുകി ആവശ്യമാണോ അത്രമാത്രം പണത്തിനും അത് ആവശ്യമാണ്. ബഹുമാനം നൽകുക. നമ്മൾ ഒരു സ്ത്രീക്ക് എത്ര ബഹുമാനം നൽകും, ഒരു കാമുകി എത്ര നൽകും, നമ്മുടെ ഭാര്യയ്ക്ക് എത്ര ബഹുമാനം നൽകും. ഭാര്യേൻ്റെ അടക്കട്ടെ, ചില ആളുകൾക്ക് ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു വിലയില്ലാത്ത അവസ്ഥയാണ്. ബഹുമാനം നൽകും എന്ന് പറയുമ്പോൾ ഇല്ല. കാമുകിയാണെങ്കിലോ എത്രമാത്രം നൽകും, ഒരു കെയറിങ് നൽകും, ഒരു ബഹുമാനം നൽകും, ഒരു അതേപോലെ രണ്ടാമത്തെ വിഷയം സുരക്ഷിതത്വം നൽകണം. സുരക്ഷിതത്വം നമ്മൾ വാഹനം, ഇപ്പോൾ റോഡൊക്കെ മുറിച്ച് കിടക്കുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ ചില ഭാഗത്ത് പാലമുണ്ട്, ചില സ്ഥലത്ത് പാലമില്ലാത്ത സ്ഥലമുണ്ട്. അപ്പോൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ചില ആളുകൾ ഉറക്കെ പിടിച്ചിട്ട് ഭാര്യേൻ്റെ കൈ പാഞ്ഞൊക്കെ ഉണ്ടാകും പെട്ടെന്ന്. നമ്മൾ പലപ്പോഴും കാണാറുള്ള കാഴ്ചയാണ്. ചിലപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ പിടിക്കാറില്ല, ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാറില്ല. അതുപോലെ പണത്തെ ചേർത്ത് പിടിക്കാൻ, ഒരു കെയറിങ് നൽകാൻ, ഒരു സുരക്ഷിതത്വം നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം. പണത്തിൻ്റെ സുരക്ഷിതത്വം നൽകാഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യുക, എവിടെ മാറ്റി വെക്കുക. ഒരു ഡബ്ബ ഉണ്ടാക്കി, 2-3 ഡബ്ബ ഉണ്ടാക്കി, ചില്ലറ വേറെ നോട്ട് വേറൊക്കെ മാറ്റി വെച്ച് ഒരു സുരക്ഷിതമായി മാറ്റി വെക്കുക എന്ന് പറയില്ല, അതുപോലെ അങ്ങനെ ചെയ്യണം. അതേപോലെ സ്വഭാവം മനസ്സിലാക്കുക. കാമുകിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ സ്വഭാവം മനസ്സിലാക്കുന്നത്. നമ്മളെ ഭാര്യ സ്വഭാവം നമുക്ക് തീരെ അവളെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിലാ ആ ദാമ്പത്യം ഭയങ്കര പരാജയമായിരിക്കും. നേരെ മറിച്ച് നമ്മളെ കൃത്യമായി നമുക്കറിയാം ഭാര്യയെക്കുറിച്ച്. അവൾക്ക് ഏത് കളറാണ് ഇഷ്ടം, എന്ത് പറഞ്ഞാൽ ദേഷ്യം വരും, എന്ത് പറഞ്ഞാൽ ദേഷ്യം വരില്ല, എന്ത് പറഞ്ഞാൽ നല്ല ഫുഡാക്കി തരും, എന്തൊക്കെ ഫുഡ് തരുമ്പോൾ പറയണം, എന്നാൽ മാത്രമേ ഇനിയും നല്ല ഫുഡ് കിട്ടൂ. ഒരു മുട്ട പൊങ്ങിയ ലേശം ബന്ധിട്ടില്ല രാവിലെ കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ പോകും, ഇത് ബന്ധിച്ച് പോലില്ല, എങ്ങനെ തോന്നല്, അങ്ങനെ ചെയ്യുന്നാൽ പിറ്റുന്ന മുട്ട ഉണ്ടാവില്ല, വെറും ചായ മാത്രമേ ഉണ്ടാവും. അപ്പോൾ അതേപോലെ സ്വഭാവം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഭാര്യയെ സംബന്ധിച്ച്, കാമുകിയെ സംബന്ധിച്ച്. അതേപോലെ പണത്തെ സംബന്ധിച്ചും ഇതിൻ്റെ സ്വഭാവം മനസ്സിലാക്കണം. ആരുടെ കൂടെ നിൽക്കും, ആരുടെ കൂടെ നിൽക്കില്ല, ആരുടെ കൂടെ സ്ഥിരമായി നിൽക്കും, ആരുടെ കൂടെ സ്ഥിരമായി നിൽക്കില്ല, എങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തുക. എന്നിട്ട് നല്ല രീതിയിൽ പണം സമ്പാദിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ആവശ്യമുള്ള ഐഫോണോ, വണ്ടിയോ, കാറോ, വീടോ എന്തൊക്കെ വാങ്ങണം നിങ്ങൾക്ക്, അതൊക്കെ വാങ്ങാൻ വേണ്ടി സ്വരൂപിച്ച് വെച്ച് മാറ്റി വെച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ നമുക്ക് സാധിക്കട്ടെ.